നമസ്കാരം. ഇന്ന് നമുക്ക് കോവിഡ്-19 കുറിച്ചുള്ള എസ്സേ എഴുതാം. കൂടാതെ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്നുള്ളതും പഠിക്കാം. പക്ഷെ അതിനു മുമ്പ് ഈ നോട്ട്സിൻ്റെ പിറകിൽ എൻ്റെ എഫേർട്സ് ഒന്ന് പറയാമെന്ന് തോന്നുന്നു. ഞാനിത് പറയുന്നത് മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ പറ്റാവുന്ന തെറ്റുകൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഈ എസ്സേ എഴുതാൻ ഞാൻ ആദ്യം ചെയ്തത് ഗൂഗിൾ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ്. അതിനുശേഷം ഒറ്റ വാക്കിൽ ഓരോ പോയിന്റ്സുകൾ എഴുതി, പിന്നീട് 2 ഭാഷയിലും എലാബറേറ്റ് ചെയ്ത് എഴുതി. പക്ഷെ തീം 2 ഒന്ന് തന്നെ ആയിരുന്നെങ്കിലും സെൻറ്റൻസ് ഫോർമേഷൻ വെവ്വേറെ ആയിരുന്നു. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാകുമെന്ന് തോന്നിയതുകൊണ്ട് കന്നഡയിൽ നിന്നും മലയാളത്തിലേക്ക് ഓരോ വേർഡ് വെച്ചും ട്രാൻസ്ലേറ്റ് ചെയ്തു. അതാണ് ഞാനിപ്പോൾ മലയാളത്തിൽ നിന്നും കന്നഡയിലേക്ക് മാറ്റുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് കഴിയുന്നതും ചെറിയൊരു പാരഗ്രാഫ്, അതുമല്ലെങ്കിൽ ഒരു വാചകം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സ്വന്തം വാചകത്തിൽ എഴുതുക. ഓരോ വേർഡ് വെച്ചും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നിന്നാൽ ഒത്തിരി ബുദ്ധിമുട്ടാകും. പല വാക്കുകളും മലയാളത്തിന് സാമ്യമുണ്ടെങ്കിലും കന്നഡ ഭാഷയ്ക്ക് ഒത്തിരി മാറ്റങ്ങളുണ്ട്. അതുതന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും. അപ്പോൾ തുടങ്ങാം നമുക്ക്. ലോകത്ത് തന്നെ ആദ്യമായി 2019 ഡിസംബറിൽ വുഹാനിലാണ് അണുബാധ കണ്ടെത്തിയത്. ഇവിടെ അണുബാധ എന്നതിന് പകരം കൊറോണ വൈറസ് എന്ന് എഴുതാം. ലോകത്ത് തന്നെ, വിശ്വതല്ലേ, അതിൽ ലോകം എന്നുള്ളതിന് കന്നഡയിൽ ലോക എന്ന് പറയാം. വേറൊരു വേർഡാണ് വിശ്വ. അത് മലയാളത്തിൽ വിശ്വം എന്ന് പറയാറുണ്ടോ? അപ്പോൾ ലോകത്ത് തന്നെ, അപ്പോൾ വിശ്വതല്ലേ. ആദ്യമായി ಮೊದಲ ಬಾರಿಗೆ 2019 ഡിസംബറിൽ 2019 ഡിസംബറിನಲ್ಲಿ, ഡിസംബറിൽ എന്ന് പറയുമ്പോൾ ഡിസംബർ ನಲ್ಲಿ, ನಲ್ಲಿ. വുഹാനിലാണ്, വുഹാനിನಲ್ಲಿ. അപ്പോൾ വുഹാനിലാണ് എന്നത് നമുക്ക് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് വുഹാനിನಲ್ಲಿ, അതായത് വുഹാനിൽ എന്നാണ് അർത്ഥം. അണുബാധ കണ്ടെത്തിയത്. സോങ്കു പത്ತೆಯಾಗಿತ್ತು. സോങ്കു എന്ന് വായിക്കരുത്, സോങ്കു ಪತ್ತೆಯಾಗಿತ್ತು. ವಿಶ್ವದಲ್ಲೇ ಮೊದಲ ಬಾರಿಗೆ 2019 ಡಿಸೆಂಬರ್ನಲ್ಲಿ വുഹാനിನಲ್ಲಿ സോങ്കു പത്ತೆಯಾಗಿತ್ತು. വിശ്വದಲ್ಲೇ ಮೊದಲ ಬಾರಿಗೆ, ലോകത്ത് തന്നെ ആദ്യമായി 2019 ഡിസംബറിൽ വുഹാനിನಲ್ಲಿ, അതായത് വുഹാനിൽ സോങ്കു അണുബാധ പത്ತೆಯಾಗಿತ್ತು, കണ്ടെത്തി. പിന്നീട് ഈ പകർച്ചവ്യാധി ലോകം മുഴുവൻ പടർന്നു. പിന്നീട്, ನಂತರ, ഈ പകർച്ചവ്യാധി, ഈ സാംക്രമിക രോഗವು ലോകം മുഴുവൻ പടർന്നു. ലോകം, അതിനിവിടെ ഞാൻ പ്രപഞ്ച എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രപഞ്ചം എന്ന് മലയാളത്തിലുണ്ടല്ലേ, ഇവിടെ പ്രപഞ്ച, മുഴുവൻ പടർന്നു. അപ്പോൾ പടർന്നു എന്നതിന് ഹരടിത്തു. ലോകം മുഴുവൻ, പ്രപഞ്ചദാദ്യന്ത. അപ്പോൾ നമുക്ക് ನಂತರ, ശേഷം, അതായത് പിന്നീട്, ഈ സാംക്രമിക രോഗവും പ്രപഞ്ചദാദ്യന്ത ഹരടിത്തു. അപ്പോൾ ഈ ഒരു വേർഡ് പറയാൻ ബുദ്ധിമുട്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ನಂತರ ഈ സാംക്രമിക രോഗവും ഇಡೀ ವಿಶ್ವದಲ್ಲಿ ಹರಡಿತ್ತು, അല്ലെങ്കിൽ ഇಡೀ ലോകದಲ್ಲಿ ಹರಡಿತ್ತು, അങ്ങനെയും പറയാം. പനി, വരണ്ട ചുമ, ശരീരവേദന, തൊണ്ടവേദന, ക്ഷീണം എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പനി, ജ്വര, വരണ്ട ചുമ, ഒണക്കെമ്മു, ശരീരവേദന, മൈക്കൈ നോവും. നമുക്ക് മലയാളം വാക്ക്, അതായത് ശരീരവേദന, നമുക്ക് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ ശരീരത നോവ് അങ്ങനെ പറയാം. അതിൽ കൂടുതലായി പറയുന്ന വാക്കാണിത്, മൈക്കൈ നോവ്. മൈ എന്ന് പറയുമ്പോൾ ശരീരം, കൈ, അപ്പോൾ മൈക്കൈ നോവും, ശരീരവും കൈയും വേദന. അതായത് ഈ വേർഡാണ് കൂടുതലായി ഇവിടെ പറയാറുള്ളത്. അപ്പോൾ മൈക്കൈ നോവും, തൊണ്ടവേദന, ഗಂಟಲು നോവ് എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. ಮುಂತಾದವು പ്രാഥമിക ലക്ഷണങ്ങളാകിവേ. എന്നിവയാണ്, എന്നിവ ആണ്. ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് ಮುಂತಾದವು, എന്നിവ എന്നുള്ള വേർഡിൻ്റെ ട്രാൻസ്ലേഷനാണ് ಮುಂತಾದವು. ആണ് എന്നത് ഇവിടെ ഞാൻ അവസാനമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ലക്ഷണങ്ങളാകിവേ.
ಮುಂತಾದವು ಪ್ರಾಥಮಿಕ ಲಕ್ಷಣಗಳಾಗಿವೆ. ಜ್ವರ, ಒಣಕೆಮ್ಮು, ಮೈಕೈ ನೋವು, ಗಂಟಲು ನೋವು, ಸುಸ್ತು ಮುಂತಾದವು പ്രാഥമിക ലക്ഷണങ്ങളാകിവേ. ഈ എല്ലാ ലക്ഷണങ്ങളും തുടക്കത്തിൽ വളരെ മന്ദഗതിയിലായിരിക്കും. ശേഷം പെട്ടെന്ന് ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ഈ എല്ലാ ലക്ഷണങ്ങളും ലക്ഷണ ആ വാക്ക് തന്നെയാണ് കന്നഡയിലും ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ ലക്ഷണಗಳು. തുടക്കത്തിൽ ಆರಂಭದಲ್ಲಿ വളരെ ತುಂಬ ಮಂದಗತಿയിലായിരിക്കും, ನಿಧಾನಗತಿಯಲ್ಲಿರುತ್ತದೆ. ശേഷം ಬಳಿಕ പെട്ടെന്ന് ഒമ്മിന്തൊമ്മലെ. ഇവിടെ ഒമ്മലെ എന്ന് എഴുതിയാൽ മതിയാകും. ആ വാക്കിനെ കൂടുതൽ സ്ട്രെസ് ചെയ്യാൻ വേണ്ടിയാണ് ഒമ്മിന്തൊമ്മലെ എന്ന് എഴുതിയിരിക്കുന്നത്. ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ഗുരുതരം, ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ഗംഭീര സ്വരൂಪ ಪಡೆದುಕೊಳ್ಳಬಹುದು. ഗംഭീര ഗുരുതര സ്വരൂപ രൂപം പഴുതുകൊള്ളಬಹುದು എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നേടുക എന്നാണ് അർത്ഥം. പക്ഷേ ആ വാക്ക് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലേ? അപ്പം നമുക്ക് ഒരുമിച്ച് വേണം അർത്ഥം മനസ്സിലാക്കാൻ. ഗംഭീര സ്വരൂപ പഴുതുകൊള്ളಬಹುದು, ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എല്ലാ ലക്ഷണങ്ങളും ആരംഭದಲ್ಲಿ ತುಂಬ ನಿಧಾನಗತಿയിലിರುತ್ತದೆ. ഈ എല്ലാ ലക്ഷണങ്ങളും തുടക്കത്തിൽ വളരെ മന്ദഗതിയിലായിരിക്കും. ബളിക്ക പിന്നീട് അല്ലെങ്കിൽ ശേഷം ഒമ്മിന്തൊമ്മലെ ഗംഭീര സ്വരൂപ പഴുതുകൊള്ളಬಹುದು, ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് യാതൊരുവിധ ലക്ഷണങ്ങളും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ಕೆಲವರಿಗೆ യാതൊരുവിധ ലക്ഷണങ്ങളും ಯಾವುದೇ ವಿಧವಾದ ಲಕ್ಷಣಗಳು കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ಕಾಣಿಸದು ಅದು ಕಾಣಿಲ್ಲ. ಕೆಲವರಿಗೆ ಯಾವುದೇ ವಿಧವಾದ ಲಕ್ಷಣಗಳು ಕಾಣಿಸದು, ചിലർക്ക് യാതൊരു വിധ ലക്ഷണങ്ങളും കാണില്ല. രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരിലും പ്രായമായവരിലും COVID-19 ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ്. രക്തസമ്മർദ്ദം, രക്തദൊത്തട, ഹൃദ്രോഗ, പ്രമേഹം, മധുമേഹം. അപ്പോൾ ഈ വാക്കുകളൊക്കെ പരിചിതമായിരിക്കുമെന്ന് കരുതുന്നു. അത് ഞാൻ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് കണ്ടിരിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത്യാദി ആരോഗ്യ പ്രശ്നങ്ങൾ, ആരോഗ്യ സമസ്യകളു എന്ന് വേണം എഴുതാൻ. അപ്പോൾ ആരോഗ്യ സമസ്യ എന്ന് പറയുമ്പോൾ സിംഗുലർ, ആരോഗ്യ സമസ്യകളും അതായത് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ പ്ലൂറൽ വരുമ്പോൾ സമസ്യകളും. ഉള്ളവരിലും ಹೊಂದಿರುವವರು ಹಾಗೂ, അതായത് ഇവിടെ ഉള്ളവരിലും ഇത്രയും ഒരു വാചകം കംപ്ലീറ്റ് ആണ്. അതിനുശേഷം വേറൊരു വാചകം കൂടി ചേർക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഉള്ളവരിലും എന്ന് ചേർത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിന് പകരമാണ് ഇവിടെ ഹാഗു എന്ന വാക്ക് ചേർത്തിരിക്കുന്നത്. അപ്പോൾ വേറൊരു വാചകം കൂടി ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹാഗു പ്രായമായവരിലും ಹಿರಿಯರಲ್ಲಿ COVID-19 ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ്. COVID-19 ಗಂಭೀರ ಸ್ವರೂಪ ಪಡೆದುಕೊಳ್ಳುವ ಸಾಧ್ಯತೆ ಅತ್ಯಧಿಕವಾಗಿರುತ್ತದೆ. അപ്പോൾ ഗുരുതരമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഗംഭീര സ്വരൂപ പഴുതുകൊള്ളുക സാധ്യತೆ അത്യധികವಾಗಿರುತ್ತದೆ. അപ്പോൾ അത്യധികವಾಗಿರುತ್ತದೆ, അത് അത്യധികം ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ? രക്തദൊത്തട, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, മധുമേഹ, പ്രമേഹം ഇത്യാദി തുടങ്ങിയ ആരോഗ്യ സമസ്യകളോ ആരോഗ്യ പ്രശ്നങ്ങൾ ಹೊಂದಿರುವವರು ഉള്ളവരിൽ ಹಾಗೂ അത് കൂടാതെ ಹಿರಿಯರಲ್ಲಿ മുതിർന്നവരിൽ COVID-19 ಗಂಭೀರ ಸ್ವರೂಪ ಪಡೆದುಕೊಳ್ಳುವ ಸಾಧ್ಯತೆ ಅತ್ಯಧಿಕವಾಗಿರುತ್ತದೆ. ഗംഭീര സ്വരൂപ ഗുരുതര രൂപം ഉണ്ടാകാനുള്ള സാധ്യത അത്യധികമായിരിക്കും. ഇവരിൽ COVID-19 ലക്ഷണങ്ങൾ കണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ വൈദ്യസഹായം തേടുന്നതായിരിക്കും നല്ലത്. ഇവരല്ലേ COVID-19 ലക്ഷണങ്ങൾ
നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണം എന്ന് പറയുമ്പോൾ കന്നഡയിൽ ലക്ഷണം, ലക്ഷണങ്ങൾ, ലക്ഷണಗಳು. അപ്പോൾ ലക്ഷണಗಳು കണ്ടുവന്നല്ലേ, കണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ, പെട്ടെന്ന് തന്നെ എന്ന് പറയുമ്പോൾ തക്ഷണ, വൈദ്യസഹായം, വൈദ്യകീയ ನೆರವು തേടുന്നതായിരിക്കും നല്ലത്. പಡೆದುಕೊಳ್ಳುವುದು സൂക്ത, പಡೆದುಕೊಳ್ಳುವುದು അതായത് നേടുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമുക്ക് നേടുന്നതെന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, അതിനർത്ഥം ഇവിടെ തേടുന്നതായിരിക്കും നല്ലത്. സൂക്ത, സൂക്തം, നല്ലത്. ഇവരല്ലേ, ഇവരിൽ COVID-19 ലക്ഷണങ്ങൾ കണ്ടുവന്നല്ലേ, COVID-19 ലക്ഷണങ്ങൾ കണ്ടുവന്നാൽ തക്ഷണ, പെട്ടെന്ന്, വൈദ്യകീയ ನೆರವು വൈദ്യസഹായം, പಡೆದುಕೊಳ್ಳುವುದು സൂക്ത നേടുന്നത് നല്ലതാണ്. കൊറോണ വൈറസ് പരിശോധിക്കുന്നതിന് തൊണ്ട, ശ്വാസകോശ സംബന്ധമായ അണുബാധകൾ പരിശോധിക്കുന്നു. കൊറോണ വൈറസ് പരിശോധിക്കുന്നതിന്, കൊറോണ വൈറസ് പരീക്ഷയെ, പരിശോധിക്കുന്നതിന് എന്നതിനും പരീക്ഷ എന്ന് തന്നെയാണ് കന്നഡയിൽ പറയുന്നത്. നമ്മൾ സ്കൂളിലുള്ള എക്സാം, അതായത് ടെസ്റ്റിനും പരീക്ഷയ്ക്ക് പരീക്ഷ എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പരിശോധിക്കുന്നതിന് പരീക്ഷയെ. ഇപ്പോൾ നമ്മൾ രക്തപരിശോധന എന്ന് പറയുമ്പോൾ കന്നഡയിൽ രക്തപരീക്ഷ എന്ന് പറയും. അപ്പോൾ തൊണ്ട, ಗಂಟಲು, ಶ್ವಾಸಕೋಶ ಸಂಬಂಧമായ, അതായത് ശ്വാസകോശದಲ್ಲಿ, അല്ലെങ്കിൽ ശ്വാസകോശಕ್ಕೆ സംബന്ധിಸಿದ എന്ന് പറയാം, അണുബാധകൾ പരിശോധിക്കുന്നു. ഇതിൽ ഞാൻ എഴുതിയിരിക്കുന്നത് ശ്വാസകോശದಲ್ಲಿ സോങ്കു ഇರುವಿಕೆ ಬಗ್ಗೆ, അതായത് ശ്വാസകോശത്തിൽ അണുബാധ ഉള്ളതിനെ കുറിച്ച് പരീക്ഷ നടത്തലാಗುತ್ತದೆ, അത് പരിശോധന നടത്തുന്നു. കൊറോണ വൈറസ് പരീക്ഷയെ, കൊറോണ വൈറസ് പരിശോധിക്കുന്നതിന് ഗಂಟಲು, തൊണ്ട, ಹಾಗೂ കൂടാതെ ശ്വാസകോശದಲ್ಲಿ, ശ്വാസകോശത്തിൽ, സോങ്കു ഇರುವಿಕೆ ಬಗ್ಗೆ അണുബാധ ഉള്ളതിനെ കുറിച്ച് പരീക്ഷ നടത്തലാಗುತ್ತದೆ, പരിശോധന നടത്തുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. കുറച്ചൊക്കെ വ്യത്യാസം നമുക്ക് കന്നഡയിൽ കാണാം. പരിശോധന ഫലത്തിൽ കൊറോണ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഉചിത ചികിത്സയ്ക്കൊപ്പം 14 ദിവസം അല്ലെങ്കിൽ അസുഖം ഭേദമാകുന്നതുവരെ ഐസൊലേഷനിൽ കഴിയാൻ നിർദ്ദേശിക്കുന്നു. പരിശോധന ഫലത്തിൽ, പരീക്ഷയ ഫലിതാംശದಲ್ಲಿ, അത് നമുക്ക് ഒറ്റവാക്കിൽ പരീക്ഷാ ഫലിതാംശದಲ್ಲಿ എന്ന് പറയാം. ಪರೀಕ್ಷೆಯ ಫಲಿತಾಂಶದಲ್ಲಿ ಕೊರೋನಾ ವೈರಸ್ ಇರುವಿಕೆಯನ್ನು ദൃഢപ്പെട്ടಲ್ಲಿ അതായത് സ്ഥിരീകരിക്കുകയാണെങ്കിൽ സൂക്ത ചികിത്സയ ജೊತೆಗೆ ഉചിതമായ ചികിത്സയ്ക്കൊപ്പം 14 ദിനಗಳು 14 ദിവസങ്ങൾ ಅಥವಾ അല്ലെങ്കിൽ ഗുണമുഖരാകുവവರೆಗೆ, അല്ലെങ്കിൽ ഗുണമുഖരാകുവവರೆಗೆ, അപ്പോൾ അസുഖം ഭേദമാകുന്നതുവരെ പ്രത്യേಕವಾಗಿರಲು, പ്രത്യേക എന്ന് പറയുമ്പോൾ ഐസൊലേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, പ്രത്യേಕವಾಗಿರಲು സൂചನೆ ನೀಡಲಾಗುತ್ತದೆ. ഐസൊലേഷനിൽ കഴിയാൻ സൂചന നീಡಲಾಗುತ್ತದೆ, അത് സൂചിപ്പിക്കുന്നു, അതായത് നിർദ്ദേശിക്കുന്നു. ಪರೀಕ್ಷೆಯ ಫಲಿತಾಂಶದಲ್ಲಿ ಕೊರೋನಾ ವೈರಸ್ ಇರುವಿಕೆಯನ್ನು ದೃಢಪಟ್ಟಲ್ಲಿ ಸೂಕ್ತ ಚಿಕಿತ್ಸೆಯ ಜೊತೆಗೆ 14 ದಿನಗಳು ಅಥವಾ ഗുണമുഖരാകുവവರೆಗೆ പ്രത്യേകವಾಗಿರಲು സൂചന നീಡಲಾಗುತ್ತದೆ. അർത്ഥം മനസ്സിലായാലോ? ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണം. പരീക്ഷയ ഫലിതാംശದಲ್ಲಿ, പരിശോധനാ ഫലത്തിൽ, കൊറോണ വൈറസ് ഇറുവിಕೆಯನ್ನು, കൊറോണ വൈറസിന്റെ പ്രസൻസ്, ഇറുവിಕೆ അതായത് അതിന്റെ പ്രസൻസ് ദൃഢപ്പെട്ടല്ലേ, ദൃഢീകരിക്കുകയാണെങ്കിൽ സൂക്ത ചികിത്സೆಯ ಜೊತೆಗೆ ഉചിതമായ ചികിത്സയ്ക്കൊപ്പം 14 ദിനಗಳು ಅಥವಾ 14 ദിവസങ്ങൾ അല്ലെങ്കിൽ ഗുണമുഖരാകുവവರೆಗೆ, അതായത് അസുഖം ഭേദമാകുന്നത് വരെ പ്രത്യേകವಾಗಿರಲು സൂചന നീಡಲಾಗುತ್ತದೆ. ഐസൊലേഷനിൽ കഴിയാൻ, അത് പ്രത്യേകം ഒറ്റയ്ക്കിരിക്കാൻ സൂചന എന്ന് മലയാളത്തിൽ വായിക്കും, കന്നഡ വായിക്കുമ്പോൾ സൂചന നീಡಲಾಗುತ್ತದೆ, അത് കൊടുക്കപ്പെടുന്നു, അതായത് നിർദ്ദേശിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് COVID-19 തടയുന്നതിനും ചികിത്സിക്കുന്നതിനും
വാക്സിനുകളും നിർദ്ദിഷ്ട ആൻറ്റിവൈറൽ മരുന്നുകളും ഇന്നുവരെ ലഭ്യമല്ല. അപ്പോൾ COVID-19 തടയുന്നതിനും COVID-19 തടയുವಂತಹ അല്ലെങ്കിൽ തടയുವುದಕ್ಕೆ എന്ന് വേണമെങ്കിൽ പറയാം, ചികിത്സിക്കുന്നതിനും അഥവാ ഗുണപ്പെടുത്തുವಂತಹ അല്ലെങ്കിൽ ഗുണപ്പെടുത്തുವುದಕ್ಕೆ വാക്സിനുകളും ലസികകളും നിർദ്ദിഷ്ട ആൻറ്റിവൈറൽ മരുന്നുകളും നിർദ്ദിഷ്ടമായ ആൻറ്റിവൈറൽ മരുന്നുകൾ ഔഷധികളും ഇന്ന് വരെ ലഭ്യമല്ല. അത് ഇന്ന് വരെ ഞാനത് ചേർത്തിട്ടില്ല, വേണമെങ്കിൽ ಇಂದಿನವರೆಗೆ ലഭ്യമില്ല എന്ന് ചേർക്കാം. ലഭ്യമില്ല. COVID-19 ತಡೆಯುವಂತಹ ಅಥವಾ ಗುಣಪಡಿಸುವಂತಹ ಲಸಿಕೆಗಳು ಮತ್ತು ನಿರ್ದಿಷ್ಟವಾದ ಆಂಟಿವೈರಲ್ ಔಷಧಿಗಳು ಲಭ್ಯವಿಲ್ಲ. COVID-19 തടയുന്നതിനോ അഥവാ ചികിത്സിക്കുന്നതിനോ ഗുണപ്പെടുത്തുವಂತಹ ലസിಕೆಗಳು വാക്സിനുಗಳು ಮತ್ತು കൂടാതെ നിർദ്ദിഷ്ടമായ ആൻറ്റിവൈറൽ ഔഷധികൾ അതായത് മരുന്നുകൾ ലഭ്യമല്ല. വ്യക്തി ശുചിത്വം പാലിക്കുക, രോഗബാധിതരിൽ നിന്ന് അകലം പാലിക്കുക, കൈകൾ ഇടയ്ക്കിടെ വൃത്തിയായി കഴുകുക, മാസ്ക് ധരിക്കുക എന്നീ മുൻകരുതലുകൾ പാലിച്ചാൽ രോഗം പടരുന്നത് കുറേയേറെ തടയാം. ವ್ಯಕ್ತಿ ಶುಚಿತ್ವ ವೈಯಕ್ತಿಕ ನೈರ್ಮಲ್ಯವನ್ನು ಕಾಪಾಡುವುದು. അതായത് വ്യക്തി ശുചിത്വം എന്ന് പറയുമ്പോൾ വൈಯಕ್ತಿക നൈർമല്യം പാലിക്കുക, കാപ്പാടുವುದು. രോഗബാധിതർ എന്ന് പറയുമ്പോൾ സೋಂಕಿತರು, അതായത് സೋಂಕಿತ ಜನರಿಂದ, അതായത് രോഗബാധിതരായ ജനങ്ങളിൽ നിന്നും ಅಂತರ, അതായത് അകലം കായ്ದುಕೊಳ್ಳುವುದು, അത് പാലിക്കുന്നത്. കൈകൾ ആಗಾಗ ഇടയ്ക്കിടെ കൂടെ സ്വച്ഛವಾಗಿ അല്ലെങ്കിൽ ಚೆನ್ನಾಗಿ ತೊಳೆದುಕೊಳ್ಳುವುದು, അത് കഴുകുന്നത്. മാസ്ക് ധരിಸುವುದು, മാസ്ക് എന്ന ഇംഗ്ലീഷ് വേർഡ് നമുക്ക് മലയാളത്തിലും കന്നഡയിലും എല്ലായിടത്തും ഉപയോഗിക്കാം. മാസ്ക് ധരിಸುವುದು, അതായത് മലയാളം വാക്കാനല്ലേ, ധരിಸುವುದು അല്ലെ മാസ്ക് ಹಾಕುವುದು. മുതലായ മുന്നെച്ചരിക്ക ക്രമ, അതായത് മുൻകരുതലുകൾ അനുസരിച്ചാൽ ರೋಗ ಹರಡುವುದನ್ನು ಬಹಳ ಮಟ್ಟಿಗೆ ತಡೆಯಬಹುದು. രോഗം പടരുന്നത് ബഹള മട്ടിಗೆ കുറേയേറെ തടയാം. ഓക്കെ, ഞാനിതിനെ കന്നഡയിൽ തന്നെ ഈ പറഞ്ഞ വാചകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ എളുപ്പമായിരിക്കും. അതൊന്ന് ഞാൻ വായിക്കാം. കന്നഡയിൽ എഴുതിയിരിക്കുന്ന എസ്സേ വായിക്കുന്നതിന് മുന്നേ ഈ വാക്കുകളും കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾ സ്വന്തമായി എന്തെങ്കിലും എഴുതി ചേർക്കുകയാണെങ്കിൽ ഈ വാക്കുകൾ ഹെൽപ്ഫുള്ളായിരിക്കും. ലോക്ക്ഡൗൺ, ക്വാറന്റൈൻ, ഐസൊലേഷൻ, ഈ വാക്കുകളൊക്കെ നമുക്ക് കന്നഡയിലും അതുപോലെ തന്നെ ഉപയോഗിക്കാം. നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കാറില്ല, അതുപോലെ തന്നെ അതിന് ചില കന്നഡ വാക്കുകളുണ്ട്, നമുക്കത് നോക്കാം. ലോക്ക്ഡൗൺ ಮುಚ್ಚುವುದು, ಕ್ವಾರಂಟೈನ್ ದಿಗ್ಬಂಧನ, ಐಸೋಲೇಷನ್ ಪ್ರತ್ಯೇಕಿಸುವಿಕೆ, മുൻകരുതലുകൾ മുന്നെച്ചരിക്കകൾ, നടപടികൾ ക്രമಗಳು, മുൻകരുതൽ നടപടികൾ മുന്നെച്ചരിക്ക ക്ರಮಗಳು, ചുമത്തുക, ಹೇರು അല്ലെങ്കിൽ ಹೇರಲಾಗಿದೆ. ഇവിടെ ಹೇರು എന്ന് പറയുമ്പോൾ ചുമത്തു, ಹೇರಲಾಗಿದೆ, ചുമത്തപ്പെട്ടു. നിഷേധാജ്ഞ, നിയന്ത്രണ മേഖല, ധാരക വലയ, സാമൂഹിക അകലം, സാമാജിക ಅಂತರ. ಸಾಂಕ್ರಾಮಿಕ ರೋಗ, പകർച്ചവ്യാധി, പിടുഗു,
എപ്പിഡമിക്കും പാൻഡമിക്കും തമ്മിലുള്ള വ്യത്യാസം അറിയാലോ. ഇപ്പോൾ രോഗലക്ഷണങ്ങൾ, രോഗലക്ഷണಗಳು, രോഗനിർണയം, രോഗനിർണയ, വ്യാപിക്കുന്നു, ಹರಡುತ್ತದೆ, പരിഭ്രാന്തി, ദിഗിലു അല്ലെങ്കിൽ ഗാബറി, ഗാബറി ആയിത്തു എന്ന് പറയാറില്ല, അതായത് പേടിച്ചുപോയി എന്നുള്ള അർത്ഥത്തിൽ. സമൂഹ വ്യാപനം, ಸಮುದಾಯ ಹರಡುವಿಕೆ, പ്രതിരോധശേഷി, ರೋಗನಿರೋಧಕ ಶಕ್ತಿ, ಮರಿಚು, ಮೃತಪಟ್ಟಿದ್ದಾರೆ, വിധിവശരാದರು, ತೀರಿಕೊಂಡರು. അപ്പോൾ 100 കണക്കിന് വാക്കുകളുണ്ട് മരിച്ചു എന്ന വാക്കിന് തുല്യമായിട്ട്. പക്ഷെ ഞാനിവിടെ കൊടുത്തിരിക്കുന്ന 3 വാക്കുകൾ മാത്രമാണ്. പിന്നെ നമ്മൾ കൊളോക്കിയലായി സംസാരിക്കുമ്പോൾ ചത്തുപോയി എന്ന് പറയാറില്ലേ, അപ്പോൾ അതിന് സത്തു ഹോದರು, ചത്തു എന്ന് പറയുമ്പോൾ സത്തರು. അപ്പോൾ ഇവിടെ മൃതಪಟ್ಟಿದ್ದಾರೆ, വിധിവശരാದರು, ತೀರಿಕೊಂಡರು. മരണസംഖ്യ അല്ലെങ്കിൽ ಸಾವಿನ ಸಂಖ್ಯೆ, മരണസംഖ്യ, ಸಾವಿನ ಸಂಖ್ಯೆ. നിയമലംഘനം, നിയമ ഉല്ലംഘನೆ. ವಿಶ್ವದಲ್ಲೇ ಮೊದಲ ಬಾರಿಗೆ 2019 ಡಿಸೆಂಬರ್ನಲ್ಲಿ ವುಹಾನ್ನಲ್ಲಿ ಸೋಂಕು ಪತ್ತೆಯಾಗಿತ್ತು. ನಂತರ ಈ ಸಾಂಕ್ರಾಮಿಕ ರೋಗವು ಪ್ರಪಂಚದಾದ್ಯಂತ ಹರಡಿತು. ಜ್ವರ, ಒಣಕೆಮ್ಮು, ಮೈಕೈ ನೋವು, ಗಂಟಲು ನೋವು, ಸುಸ್ತು ಮುಂತಾದವು ಪ್ರಾಥಮಿಕ ಲಕ್ಷಣಗಳಾಗಿವೆ. ಈ ಎಲ್ಲ ಲಕ್ಷಣಗಳು ಆರಂಭದಲ್ಲಿ ತುಂಬ ನಿಧಾನಗತಿಯಲ್ಲಿರುತ್ತದೆ. ಬಳಿಕ ಒಮ್ಮಿಂದೊಮ್ಮೆಲೆ ಗಂಭೀರ ಸ್ವರೂಪ ಪಡೆದುಕೊಳ್ಳಬಹುದು. ಕೆಲವರಿಗೆ ಯಾವುದೇ ಲಕ್ಷಣಗಳು ಕಾಣಿಸದು. ರಕ್ತದೊತ್ತಡ, ಹೃದ್ರೋಗ, ಮಧುಮೇಹ ಇತ್ಯಾದಿ ಆರೋಗ್ಯ ಸಮಸ್ಯೆ ಹೊಂದಿರುವವರು ಹಾಗೂ ಹಿರಿಯರಲ್ಲಿ ಕೋವಿಡ್-19 ಗಂಭೀರ ಸ್ವರೂಪ ಪಡೆದುಕೊಳ್ಳುವ ಸಾಧ್ಯತೆ ಅತ್ಯಧಿಕವಾಗಿರುತ್ತದೆ. ಇವರಲ್ಲಿ ಕೋವಿಡ್-19 ಲಕ್ಷಣಗಳು ಕಂಡುಬಂದಲ್ಲಿ ತಕ್ಷಣ ವೈದ್ಯಕೀಯ ನೆರವು ಪಡೆದುಕೊಳ್ಳುವುದು ಸೂಕ್ತ. ಕೊರೋನಾ ವೈರಸ್ ಪರೀಕ್ಷೆಗೆ ಗಂಟಲು ಹಾಗೂ ಶ್ವಾಸಕೋಶದಲ್ಲಿ ಸೋಂಕು ಇರುವಿಕೆ ಬಗ್ಗೆ ಪರೀಕ್ಷೆ ನಡೆಸಲಾಗುತ್ತದೆ. ಪರೀಕ್ಷೆಯ ಫಲಿತಾಂಶದಲ್ಲಿ ಕೊರೋನಾ ವೈರಸ್ ಇರುವಿಕೆಯನ್ನು ದೃಢಪಟ್ಟಲ್ಲಿ ಸೂಕ್ತ ಚಿಕಿತ್ಸೆಯ ಜೊತೆಗೆ 14 ದಿನಗಳು ಅಥವಾ ಗುಣಮುಖರಾಗುವವರೆಗೆ ಪ್ರತ್ಯೇಕವಾಗಿರಲು ಸೂಚನೆ ನೀಡಲಾಗುತ್ತದೆ. ಕೋವಿಡ್-19 ತಡೆಯುವಂತಹ ಅಥವಾ ಗುಣಪಡಿಸುವಂತಹ ಲಸಿಕೆಗಳು ಮತ್ತು ನಿರ್ದಿಷ್ಟವಾದ ಆಂಟಿವೈರಲ್ ಔಷಧಿಗಳು ಲಭ್ಯವಿಲ್ಲ. ವೈದ್ಯಕೀಯ ನೈರ್ಮಲ್ಯವನ್ನು ಕಾಪಾಡುವುದು, ಸೋಂಕಿತ ಜನರಿಂದ ಅಂತರ ಕಾಯ್ದುಕೊಳ್ಳುವುದು, ಕೈಗಳನ್ನು ಆಗಾಗ ಸ್ವಚ್ಛವಾಗಿ ತೊಳೆದುಕೊಳ್ಳುವುದು, ಮಾಸ್ಕ್ ಧರಿಸುವುದು ಮುಂತಾದ ಮುನ್ನೆಚ್ಚರಿಕೆ ಕ್ರಮ ಅನುಸರಿಸಿದರೆ ರೋಗ ಹರಡುವುದನ್ನು ಬಹಳ ಮಟ್ಟಿಗೆ ತಡೆಯಬಹುದು. ಥ್ಯಾಂಕ್ ಯು.